പ്രിയമുള്ളവരെ, അന്ന് ജൂലൈ മാസം 1-ാം തീയതി ഞാൻ എൻ്റെ കോലായിലെ തിണ്ണയിൽ കിടന്ന് മയങ്ങുന്ന നേരം പെട്ടെന്ന് മനോഹരമായ ശബ്ദം കേട്ടു. ഞാൻ അങ്ങോട്ട് നോക്കി. 2 സുന്ദരമായ കിളികൾ, നല്ല നീണ്ട കൊക്കോടുകൂടി മനോഹരമായ വർണ്ണത്തോടുകൂടിയ കിളികൾ അങ്ങുമങ്ങും പറന്ന് എന്തൊക്കെയോ ചെക്ക് ചെയ്യുന്നു. എനിക്ക് ആകാംക്ഷ തോന്നി, അതിശയവും തോന്നി. അവരെ ഒന്ന് തൊടാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്നു. അവർ പിന്നെ പറന്നുപോയി കേട്ടോ. കുറേ കഴിഞ്ഞ് അവരതാ അവരുടെ നീണ്ട മനോഹരമായ കൊക്കിൽ ഒരു വീടുപണിക്ക് വേണ്ട, അതായത് അവരുടെ ഒരു കൂടിനു വേണ്ട മെറ്റീരിയലുമായി, ഒന്നിച്ചല്ല കേട്ടോ, വളരെ നൈസായ വളരെ ചെറിയ ചെറിയ മെറ്റീരിയൽസുമായി അവർ പറന്നെത്തി. ഞാനത് തന്നെ ശ്രദ്ധിച്ചിരുന്നു. എങ്ങനെയോ എന്നറിയില്ല, ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ. നമുക്ക് വീട് വയ്ക്കാൻ നമുക്കൊരു ഐഡിയ ഉണ്ട്, അവർക്ക് വീട് വയ്ക്കാൻ അവർക്കും ഒരു ഐഡിയ കാണും. എങ്ങനെ അവർ പരസ്പരം ഈ മെറ്റീരിയലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതെന്ന് ഒരു പിടിയുമില്ല. എൻ്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ അവർ സൂപ്പർ ഗ്ലൂ കൊണ്ടൊട്ടിക്കല്ല, അവർ മാറാലയും മറ്റും കൊണ്ടുവന്ന് അതിനെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാകാം. അങ്ങനെ അത് ഞാൻ ഓരോ ദിവസവും ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ഇത് 3-ാമത്തെയോ 4-ാമത്തെയോ ദിവസം ചെയ്ത വർക്കാണ് കേട്ടോ. മൊത്തം 13 ദിവസം എടുത്ത് അവർ ആ വർക്ക് പൂർത്തിയാക്കാൻ. മനുഷ്യൻ ഒരു വീട് കെട്ടാൻ വേണ്ടി കുറേ സ്വപ്നങ്ങളും കുറേ ദിവസങ്ങളും അതിനു വേണ്ടി ചെലവഴിക്കുന്നു. പക്ഷികൾക്ക് 13 ദിവസം എന്നത് നമുക്ക് എത്രയോ വർഷങ്ങൾക്ക് തുല്യമാണല്ലോ. അങ്ങനെ അവർ അങ്ങകലെ നിന്ന് തെങ്ങിൻ്റെയും ഉണങ്ങിയ മരത്തിൻ്റെയും പച്ചമരത്തിൻ്റെയും എല്ലാം ചെറിയ ചെറിയ നൈസ് പൊട്ടുകൾ കൊണ്ടുവന്ന് തൂക്കിയിട്ടുകൊണ്ട് പണി തുടങ്ങി. ഞാനത് തൊടാനോ നോക്കാനോ ഒന്നും പോയില്ല. കാരണം നമ്മളതിനെ തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് പേടിയായതുകൊണ്ട് അവർ പിന്നീട് അവിടെ കൂട് കൂട്ടാതെ പറന്നു പോകും. എന്താണ് കൊച്ചു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥ പോലെ പറയുന്നത് എന്ന് വെച്ചാൽ, ഇത്രയും മനോഹരമായ കിളികൾ ഒരു വീട്ടിൽ വന്ന് കൂട് കൂട്ടുമ്പോൾ ആ സൗന്ദര്യം, ആ സംഗീതത്തിൽ നിന്ന് കിട്ടുന്ന പ്രകൃതിദത്തമായ സൗന്ദര്യം, ആ ശബ്ദം, ആ കളകള ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ഈ ടെൻഷൻ പിടിച്ച ലോകത്തിൽ അതൊരു സംതൃപ്തി നൽകുന്നു എന്ന് ഇത് വാസ്തവമാണ്. അവരുടെ കൂടങ്ങനെ ഒരുവിധം പൂർത്തിയായിരിക്കുന്നു. എന്നാൽ പൂർണ്ണമായിട്ടില്ല താനും. പണ്ടെല്ലാം നമ്മുടെ നാട്ടിൽ തെങ്ങിൻ്റെയും പനയുടെയും ഓലയിൽ കിടന്നിരുന്ന ഒരു കുരുവിക്കൂടുണ്ട്. അത് വളരെ മനോഹരമായിരുന്നു. 2 തട്ടൊക്കെ ഉണ്ടാവും അതിന്. പക്ഷെ അത്ര കണ്ട് വിപുലമായല്ല ഇവരത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവർ താൽക്കാലികമായി മാത്രമാണ് എന്നാണ് അറിയാൻ പറ്റിയത്. മുട്ടയിടാനും അത് വിരിയാനും മാത്രം വേണ്ടിയാണ്, അല്ലാതെ അവർ സ്ഥിരമായി അവിടെ താമസിക്കാനല്ലായിരിക്കാം. അങ്ങനെ അവർ അതിൻ്റെ ഉള്ളിലെ വളരെ മനോഹരമായി ശരിയാക്കുന്നു. പക്ഷെ നമുക്ക് ഉള്ളിലേക്ക് നോക്കാൻ പറ്റില്ല കൂടുതൽ. കാരണം നമ്മളത് നോക്കിക്കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് പോകും. പുറം ഭാഗം അവർ വളരെ മനോഹരമാക്കുന്നില്ല, വൃത്തി അത്ര ഇല്ല താനും. എന്തായാലും അവർ വരുന്നതും പോകുന്നതും കണ്ടു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ്, രസമാണ്, കളകള ശബ്ദമുണ്ട്. അതുകണ്ട് തന്നെ മറ്റു പക്ഷികളും മുറ്റത്തും മറ്റും വന്ന് അവർക്കൊപ്പം ആനന്ദനൃത്തം ചെയ്യാറുണ്ട്. മയിലുകൾ ആനന്ദനൃത്തം ചെയ്യാറുണ്ട്. എന്തിനീ വീഡിയോ ചെയ്തു എന്ന് ചോദിച്ചാൽ, ഒറ്റ ദിവസം കൊണ്ട് കൂടുണ്ടാക്കിയതല്ല ഇത് 13 ദിവസത്തെ കഷ്ടപ്പാടാണ് അവരുടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മനുഷ്യന് ഒരു വീടുണ്ടാക്കാൻ വർഷങ്ങൾ വേണം. അവർക്ക് 13 ദിവസം കൊണ്ട് അവർ വീട് കയറ്റുന്നുവെങ്കിൽ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ആകെ 2 പേരാണ് ഉണ്ടായിരുന്ന പക്ഷികൾ. അതിൽ ദമ്പതികളാണോ അതോ ഒന്ന് കോൺട്രാക്ടറാണോ എന്ന് നമുക്കറിയില്ല കേട്ടോ. എന്തായാലും അവർക്ക് ഇവിടെ സുഖവാസമായിരിക്കും, ഭക്ഷണം ഇട്ടുകൊടുക്കുന്നതായിരിക്കും.
അവർക്ക് സമ്മതമാണെങ്കിൽ ഇവിടെ കണ്ടിന്യൂ ചെയ്യാം, അല്ല അവർ മുട്ടയിട്ട ശേഷം വിരിഞ്ഞ ശേഷം എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ പോകാം. അവർ ഇവിടെ രാത്രി താമസിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. രാത്രി പോയി നോക്കാൻ, ടോർച്ചടിച്ച് നോക്കാനൊന്നും പറ്റില്ല. കാരണം അങ്ങനെ ചെയ്താൽ അടുത്ത ദിവസം അവർ ഇവിടെ നിന്ന് പറന്ന് അങ്ങകലേക്ക് പോകും. അപ്പോൾ വീണ്ടും അവർ കഷ്ടപ്പെടണം. അതുകൊണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക. താങ്ക്